സഖാക്കളെ, നമ്മുടെ പാർട്ടി ഇന്ത്യ രാജ്യത്തെ കഷ്ടപ്പാടനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു മഹത്തായ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. മറ്റ് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പോലുള്ള പാർട്ടിയല്ല ഇത്. ഇന്ത്യയിലെ കൃഷിക്കാർ, ഇന്ത്യയിലെ തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജനകോടികൾ, 145 കോടിയോളം ജനങ്ങളുണ്ടല്ലോ. എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ? 1947 സ്വാതന്ത്ര്യം കിട്ടി. ഇത്രയും വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചത് ദീർഘകാലം കോൺഗ്രസ്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് 11ാം വർഷത്തിലേക്ക് പ്രവേശിച്ച മോദി സർക്കാർ, BJP സർക്കാർ, അതിനിടയിൽ ചില മുന്നണി സർക്കാരുകൾ, VP സിംഗിന്റെ, ചന്ദ്രശേഖറിന്റെ ഒക്കെ ചില ഗവൺമെന്റുകൾ, ലോകത്ത് പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം കണക്കാക്കി ഓരോ രാജ്യത്തിനും ഒരു ഗ്രേഡ് നിശ്ചയിക്കാറുണ്ട്. ആഗോള പട്ടിണി സൂചിക എന്നാണ് അതിൻ്റെ പേര്. 114 രാജ്യങ്ങളുടെ ഒരു കണക്കെടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം 112. പട്ടിണി കുറഞ്ഞ രാജ്യങ്ങൾ 1, പട്ടിണി ഇല്ലാത്ത രാജ്യങ്ങളുണ്ടേ. നമ്മളെക്കാൾ മുന്നിലാണ് നേപ്പാൾ, പട്ടിണി കുറവാ. ബംഗ്ലാദേശ്, ഇപ്പോൾ യുദ്ധം, ആഭ്യന്തര കലാപം കൊടുമ്പിരിക്കൊള്ളുന്ന ബംഗ്ലാദേശിലുള്ളതിനേക്കാൾ കൂടുതൽ പട്ടിണിക്കാരുടെ തോത് ഇന്ത്യയിലുണ്ട്. ഈ രാജ്യത്തെയാണ് വികസിത ഭാരത് എന്നൊക്കെ മോദി വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, എന്തെല്ലാം ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചത്. കോൺഗ്രസിന്റെ കാലത്ത് പാവങ്ങൾക്ക് ഗതിയേകാൻ, ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഈ കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ BJPയുടെയും ഗവൺമെന്റുകൾ നടത്തിക്കൊണ്ടിരുന്നതും നടത്തുന്നതുമായ ഭരണം സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇന്ത്യൻ ജനതയിലെ ഏറ്റവും മുകൾത്തട്ടിലുള്ള അതിസമ്പന്നരായ 1% ജനങ്ങൾക്ക്, 99% വേറെ, 1% ജനങ്ങൾക്ക് ഇന്ത്യ രാജ്യത്താകെയുള്ള സമ്പത്തിന്റെ 47% അവരുടെ കൈവശമുള്ളത്. ജനസംഖ്യയുടെ പകുതിയിൽ താഴെ വരുന്ന 50% നമ്മുടെ രാജ്യത്തുള്ള ആകെ സമ്പത്തിന്റെ 4% ഉള്ളൂ. എന്തൊരു സാമ്പത്തിക അസമത്വമാണ്! കോടാനുകോടി രൂപയാണ് ഈ കുത്തക മുതലാളി വർഗം ഓരോ വർഷവും ലാഭമായി, സമ്പത്തായി അടിച്ചു കൂട്ടുന്നത്. ഇപ്പൊ 1ാം സ്ഥാനത്ത് ഗൗതം അദാനി. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അദാനി എന്ന മുതലാളി ഇല്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് ഈ അദാനി ഈ രൂപത്തിൽ തഴച്ചു വളർന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായ ഗുജറാത്തുകാരനാണ്. ഗുജറാത്തിലാണ് അദ്ദേഹം വ്യവസായം ആരംഭിച്ചത്. 2001 ബീഭത്സമായ ഒരു കലാപം ഗുജറാത്തിൽ നടന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. മോദി മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് എത്രയോ മനുഷ്യരെയാ കൊന്ന്, മുസ്ലിങ്ങളെ. ആ കലാപത്തിന്റെ ഭാഗമായി മോദിയെ ജനങ്ങൾ വെറുത്തു. എന്തിനേറെ പറയണം, അദ്ദേഹം അമേരിക്ക സന്ദർശിക്കാൻ വിസ ആവശ്യപ്പെട്ടപ്പോൾ, അനുമതി ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക അനുമതി നിഷേധിച്ചു. അത്രയും വെറുക്കപ്പെട്ട ഒരാളായി. ഗുജറാത്തിലെ സാമൂഹ്യ സംഘടനകളൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടി വേണ്ടെന്ന് വെച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ നാണം കെട്ടു നിൽക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു ചെറുകിട വ്യവസായിയായി ഗൗതം അദാനി ഒരു സംഘടനയുണ്ടാക്കി മോദിക്ക് പരിപാടികൾ സംഘടിപ്പിച്ച് മോദിയെ പതുക്കെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അന്നത്തെ ആ ദുരന്ത കാലത്ത് നിന്ന് പതുക്കെ വെളിച്ചത്തിലേക്ക് വന്ന്. അതിന് പ്രത്യുപകാരമായി ഈ ഗൗതം അദാനിക്ക് സമ്പത്ത് വാരിക്കൂട്ടാൻ കയ്യച്ച് സഹായിച്ചു മോദി. ഗുജറാത്തിലെ ഒരു വലിയ തുറമുഖം, അതിനോടനുബന്ധിച്ച ഏതാണ്ട് 25,000 ഏക്കർ ഭൂമി ചുരുങ്ങിയ വിലക്ക് അദാനി കമ്പനിക്ക് കൊടുത്തു. കണ്ടില്ല തുറമുഖം. ആ തുറമുഖം വികസിപ്പിച്ചതിന് ശേഷം ആ തുറമുഖത്തോടനുബന്ധിച്ചുള്ള ഭൂമി വ്യവസായങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ വിലക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചു അദാനി. അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വന്ന അദാനി ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദന രംഗത്തെ പ്രമുഖ കമ്പനി, സ്വകാര്യ കമ്പനിയാണ്.
വൈദ്യുതി വിതരണത്തിന്റെ പ്രമുഖ കമ്പനിയാണ്, കൽക്കരി ഖനനത്തിന്റെ പ്രധാന കമ്പനിയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കടൽ തീരങ്ങളിൽ പടിഞ്ഞാറും കിഴക്കും കടലുണ്ടല്ലോ, ഓരോ 500 കിലോമീറ്റർ ദൂരത്തിൽ അദാനിക്ക് തുറമുഖങ്ങളുണ്ട്, 10 വിമാനത്താവളങ്ങൾ. ഇന്ത്യയിലെ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ 35% ഇപ്പോൾ അദാനിയുടെ നിയന്ത്രണത്തിലാണ്. എന്ത് കിട്ടി ബി ജെ പിക്കാർക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക്? ബി ജെ പിക്കാരിലും പാവപ്പെട്ടവരുണ്ടല്ലോ, RSSൽ പാവപ്പെട്ടവരുണ്ടല്ലോ. എന്ത് കിട്ടി ജനങ്ങൾക്ക്? എന്താണ് ജീവിതസ്ഥിതി? സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരുന്നൊരു നാടായി നമ്മൾ മാറി. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവരാകുക, സമ്പന്നന്മാർ വലിയ സമ്പന്നന്മാരാവുക. 2014 തെരഞ്ഞെടുപ്പിൽ മോദി ആദ്യം ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ മോദി വാഗ്ദാനം ചെയ്തു BJP അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന്. ഇപ്പൊ 10 കൊല്ലമായി ഇതുവരെ നടപ്പാക്കിയില്ല. ഇത്ര വലിയ കർഷക ദ്രോഹം ചെയ്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കർഷകർ ഇപ്പോഴും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ കർഷകരെ ദ്രോഹിക്കുന്ന 3 നിയമങ്ങൾ പാസാക്കി പാർലമെന്റ് 2019. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 3 നിയമങ്ങൾ. എന്താ നിയമത്തിന്റെ ഉള്ളടക്കം അറിയൂ? കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. കൃഷിക്കാരുടെ ഭൂമി വൻതോതിൽ ഏറ്റെടുത്ത് നാണ്യവിളകൾ കൃഷി ചെയ്ത് കച്ചവടം നടത്താൻ കോർപ്പറേറ്റുകൾക്ക്, വൻകിട കുത്തകകൾക്ക് സൗകര്യം നൽകുന്നതാണ് നിയമം. അത് അദാനിക്ക് വേണ്ടിയാണ്, അംബാനിക്ക് വേണ്ടിയാണ്, അതുപോലുള്ള വൻകിടക്കാർക്ക് വേണ്ടിയാണ്. ചെറുകിട കൃഷിക്കാരൊക്കെ തകർന്നു പോകും. ആ നിയമങ്ങൾക്കെതിരെ ഞാനന്ന് പാർലമെന്റിലുണ്ട്. ഞങ്ങൾ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം നടത്തി. പാർലമെന്റിൽ ബില്ലുകൾ വലിച്ചു കീറിയെറിഞ്ഞു. ഞാൻ രാജ്യസഭയിലായിരുന്നു. രാജ്യസഭയിൽ ശക്തമായ നിലയിൽ പ്രതിപക്ഷം സമരം നടത്തി. പാർലമെന്റിന്റെ ഉള്ളിൽ ഞങ്ങൾ 16 പേരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത് വരെ പാർലമെന്റ് കോമ്പൗണ്ടിലുള്ള മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സത്യാഗ്രഹമിരുന്നു. ഈ നിയമങ്ങൾക്കെതിരെ കർഷകരുടെ സമരം തുടങ്ങി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ 10,000-കണക്കായ കർഷകർ സമരരംഗത്ത് വന്നു. കൃഷിക്കാർ ഡൽഹി ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു വന്നു ഡൽഹിയിൽ സമരം നടത്താൻ. ഒരു ഭാഗത്ത് UP അതിർത്തിയാണ്, മറ്റൊരു ഭാഗത്ത് ഹരിയാന അതിർത്തിയാണ്. ആ 2 അതിർത്തികളിൽ വലിയ കമ്പി വേലി കെട്ടി പട്ടാളത്തെ നിയോഗിച്ച് സമരക്കാരെ തടഞ്ഞു. ആ സമരക്കാർ പട്ടാളം തടഞ്ഞ അവിടെ തന്നെ ഇരുന്നു. ട്രാക്ടറുകളും മറ്റുമായിട്ട് അവർ വന്ന് ആ ട്രെയിലറുകളിൽ അവർ കഴിഞ്ഞുകൂടി. അവിടെ തന്നെ ഇരുന്നു. ചെറിയ ഷെഡുകൾ കെട്ടി റോട്ടിൽ. അവർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അവർക്ക് കുടിവെള്ള പൈപ്പുകൾ വഴി കിട്ടുന്ന വെള്ളം കിട്ടുന്നത് നിഷേധിച്ചു. എന്നിട്ട് അവർ എഴുന്നേറ്റ് പോയില്ല, അവിടെ ഇരുന്നു. ഒരു കൊല്ലക്കാലമാണ് കൃഷിക്കാർ സമരം ചെയ്ത്. ആ കർഷക സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കർഷക സംഘം പ്രവർത്തകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ പോയി. അതിർത്തിയിൽ തടഞ്ഞു പോലീസ്. അവിടെ ഇരുന്ന് സമരം ചെയ്ത അനുഭവമുണ്ട്. ഒരു കൊല്ലമായിട്ടും ഇവർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗവൺമെന്റ് കുടുങ്ങി. 700ഓളം കർഷകർ ആ സമരസ്ഥലത്ത് മരിച്ചു. ഡൽഹി എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ കൊടും തണുപ്പ. ഇപ്പൊ ഡൽഹിയിൽ 0 ഡിഗ്രിയാ ഊഷ്മാവ്, പുറത്തിറങ്ങാൻ കഴിയില്ല. മെയ്, ജൂൺ, ജൂലൈ 3-4 മാസം കൊടും ചൂടാണ്. അന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ പോലല്ല. ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുറെ കൃഷിക്കാർ മരിച്ചു. എന്നിട്ടും അവർ പിരിഞ്ഞുപോയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ 1 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ആ 3 നിയമങ്ങളും പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളായി പിൻവലിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണിത്. വലിയ വീരശൂര പരാക്രമിയാണ് മോദി എന്നല്ലേ പറയുന്നത്. ആ മോദി നാണം കെട്ട് കർഷക സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കി പിൻവലിച്ചു. നിങ്ങൾക്കറിയാമോ, കേന്ദ്ര പൊതുമേഖലാ കമ്പനികളിൽ പോലും ഒഴിവ് വരുന്ന തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നില്ല. ഇന്ത്യൻ റെയിൽവേയിൽ 4 ലക്ഷം ഒഴിവുകൾ ഉണ്ടായിട്ട് നിയമനം നടത്താതെ കോൺട്രാക്ട് കൊടുത്തിരിക്കുക.
ഗവൺമെന്റ് സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ നിയമിക്കുമ്പോൾ ഭരണഘടന അനുസരിച്ച് പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായങ്ങൾ തുടങ്ങിയവർക്ക് സംവരണം കൊടുക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അവർ പിന്നോക്കമാണ് ചരിത്രപരമായ കാരണങ്ങളാൽ. കരാർ കൊടുത്താൽ ആര് സംവരണം കൊടുക്കും? കരാറുകാരൻ സംവരണം കൊടുക്കുമോ? സ്വകാര്യ മേഖലയിൽ സംവരണമില്ല. അപ്പൊ റെയിൽവേയിൽ 4 ലക്ഷം ജീവനക്കാരെ റെയിൽവേ ബോർഡ് നിയമിക്കുകയാണെങ്കിൽ അതിൻ്റെ 40% പിന്നോക്ക ജാതികൾക്ക്, പാവപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം കിട്ടും. നഷ്ടപ്പെടുത്തി. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇപ്പോൾ നിയമനമില്ല. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ പോലും നിയമനം നടത്തുന്നില്ല. പൊതുമേഖലാ കമ്പനികളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു. അവിടെ ഈ സാമൂഹ്യ നീതി, പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പാർട്ടിക്കാർക്ക് പ്രശ്നമാണോ? കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? BJP ചർച്ച ചെയ്യുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തിന് ശേഷം നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദന പദ്ധതികൾ, വലിയ ഉരുക്ക് കമ്പനികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അതെല്ലാം ഇന്ന് സ്വകാര്യ മുതലാളിമാർക്ക്, കുത്തക മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുക. ചുളുവിലക്ക് പൊതുമേഖലയെ തകർക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് വാർത്താവിനിമയ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനിയായിരുന്നു BSNL, ടെലിഫോൺ കമ്പനി. നമ്മളൊക്കെ ടെലിഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത് ആ കമ്പനിയിൽ നിന്നാണ്. BSNL തകർത്ത് തരിപ്പണമാക്കി. ആർക്ക് വേണ്ടി? അംബാനി എന്ന മുതലാളിക്ക് വേണ്ടി. അംബാനിയുടെ ജിയോ. ടാറ്റയുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, പൂട്ടിപ്പോയി. ബിർളയുടെ കമ്പനിയാണ് ഐഡിയ. ഒരു വിദേശ കമ്പനിയാണ് വോഡാഫോൺ. ഐഡിയയും വോഡാഫോണും കൂടി ചേർന്ന് ഒറ്റ കമ്പനിയാക്കി. അതിന്റെ പേരാണ് വോഡാഫോൺ ഐഡിയ. തകർത്തതാരെയാ? BSNL-നെ. സ്വകാര്യ മേഖലയിൽ ചാർജ് നിശ്ചയിക്കുന്ന മുതലാളിമാരാ. അവർക്ക് എന്ത് വേണേ നിശ്ചയിക്കാം. സർക്കാരിന്റെ ആവുമ്പോൾ പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസം കിട്ടിയിരുന്നു. ഈ സ്വകാര്യ മുതലാളിമാരുടെ വൻകിട കമ്പനികൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വ്യവസായം നടത്തുന്നത്. എന്നിട്ട് ആ ലോൺ തിരിച്ചടക്കുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ സ്വകാര്യ മുതലാളിമാർ വാങ്ങിയ കോടാനുകോടി രൂപയുടെ ലോൺ എഴുതിത്തള്ളാൻ ഒരു നിയമമുണ്ടാക്കി പാർലമെന്റിൽ മോദി ഗവൺമെന്റ്. ആ നിയമത്തിന്റെ പേരാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 14,27,000 കോടി രൂപ നമ്മുടെ ബാങ്കുകൾ എഴുതിത്തള്ളി. ദേശസാൽകൃത ബാങ്കുകൾ. ദേശസാൽകൃത ബാങ്കുകളിലെ പണം BJP നേതാക്കന്മാരുടെ പണമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാ എഴുതിത്തള്ളിക്കൊടുത്തു. ബാങ്കുകൾ അതിന് പറയുന്നത് ഹെയർ കട്ട് എന്നാണ്. അവരുടെ ബാങ്കിലെ റെക്കോർഡിൽ കടം, പലിശ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് മുടി മുറിക്കുന്നത് പോലെ വെട്ടിക്കൊടുക്കുക. ആർക്ക് വേണ്ടിയാണ് മോദി ഭരണം? ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും നടന്നത്. ഈ നയങ്ങൾക്കെതിരായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോലി. ഞങ്ങൾ അതാ ചെയ്യുന്നത്. കൃഷിക്കാരെ സംഘടിപ്പിക്കുക, തൊഴിലാളികളെ സംഘടിപ്പിക്കുക, യുവജനങ്ങളെ സംഘടിപ്പിക്കുക, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക, സ്ത്രീകളെ സംഘടിപ്പിക്കുക, അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് മനുഷ്യരായി ജീവിക്കാനുള്ളവരുടെ അവകാശത്തിന് വേണ്ടി സമരങ്ങൾ നടത്തുക. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, തൊഴിലാളി കർഷക ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നു വന്നത്. ഇന്ത്യയിൽ കേരളത്തോട് ഉപമിക്കാവുന്ന ഒരു സംസ്ഥാനം വേറെയില്ല. ഈ മാറ്റമുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താ? മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരേ പൗരന്മാരായി കാണുക. അതാണ് മതനിരപേക്ഷത. ഭരണകൂടത്തിനൊരു മതം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന, വ്യത്യസ്ത ജാതികളിൽ വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളെയും പൗരന്മാരെന്ന നിലയിൽ ഒരേ നിലയിൽ കാണുക. അവർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിക്കുക. വിശ്വാസമൊക്കെ മനുഷ്യന്റെ സ്വന്തം കാര്യം. ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം.
പക്ഷെ അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം, ഇതിനൊക്കെ തകർക്കുകയാണ് ഇപ്പോൾ. കോൺഗ്രസിന്റെ ഭരണകാലത്തും മതനിരപേക്ഷതയ്ക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. BJP അങ്ങനെയല്ല, കടുത്ത വർഗീയ പാർട്ടിയാണ്. RSS ആണ് BJPക്ക് നേതൃത്വം കൊടുക്കുന്നത്. RSS എന്ന് പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാനാണ് അവരുടെ ശ്രമം. 1925 RSS രൂപം കൊണ്ട്. RSS ആണ് മഹാത്മജിയെ വെടിവെച്ചു വന്നത്. RSS നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് കയ്യും കണക്കൂല. വടക്കേ ഇന്ത്യയിൽ ഉടനീളം അത്തരം കലാപങ്ങൾ അധികം നടക്കാത്ത സംസ്ഥാനമാണ് കേരളം. ഇവിടെ തലശ്ശേരി കലാപം, മാറാട് കലാപം, തിരുവനന്തപുരത്ത് ചാലാക്കമ്പോളത്തിലുണ്ടായ ഒരു കലാപം, ഇതുപോലുള്ള അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോഴാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കും, അങ്ങനെയുള്ള ഒരു കലാപവും നടന്നിട്ടില്ല, നടക്കാൻ അനുവദിക്കില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഉണ്ടായത്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. കാൺപൂർ കലാപം, ഭീവണ്ടി കലാപം, ഗുജറാത്ത് കലാപം, എന്തെല്ലാം നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. 1925 രൂപം കൊണ്ട് RSSന്റെ 100ാം വാർഷികമാണ് 2025. ഈ 2025 ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. അതിനുള്ള കളമൊരുക്കുകയായിരുന്നു അവർ. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് നമ്മുടെ ഭരണഘടനയെ മാറ്റി ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ഭൂരിപക്ഷം കിട്ടാതെ പോയി. ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്നായിരുന്നു BJPയുടെ മുദ്രാവാക്യം. എന്നാൽ ഭൂരിപക്ഷത്തിന് സീറ്റ് കിട്ടില്ല. ആകെ കിട്ടിയത് 240 സീറ്റാണ്. 277 സീറ്റ് വേണം ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ. 543 നമ്മുടെ മൊത്തം അംഗസംഖ്യ ലോക്സഭയിൽ. ഭരണം നടത്താൻ, ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഘടക കക്ഷികളുടെ പിന്തുണ ആവശ്യമായി വന്നു. 2014 മോദി വരുമ്പോൾ ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് BJPക്ക്. 2019 വീണ്ടും ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് BJPക്ക്. 24 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിൽ BJPക്ക് തോൽവിയുണ്ടായി. ബംഗാളിൽ നിന്ന് കാര്യമായ സീറ്റൊന്നും കിട്ടിയില്ല. ഉത്തർപ്രദേശിൽ വലിയ തോതിൽ സമാജ്വാദി പാർട്ടി സീറ്റ് നേടി, BJPയുടെ സീറ്റ് കുറഞ്ഞു. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു. അതുപോലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു. ഡൽഹിയിൽ, പഞ്ചാബിലാണ് കൂടുതൽ സീറ്റ് ആം ആദ്മി പാർട്ടി നേടിയത്. തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഇവിടെ ഒന്നും BJP അല്ല ജയിച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, പ്രാദേശിക പാർട്ടികളാണ്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, ആം ആദ്മി പാർട്ടി, DMK, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് BJPക്ക് കനത്ത തിരിച്ചടി കൊടുത്തത്. അവസാനം ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം എന്ന പാർട്ടിയും ബീഹാറിലെ യുണൈറ്റഡ് ജനതാദൾ എന്ന പാർട്ടിയും കൂടി പിന്തുണച്ചാലേ അവർക്ക് ഭൂരിപക്ഷമുള്ളൂ എന്ന അവസ്ഥയിലെത്തി. അങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയാത്തത്. ഇപ്പോൾ ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. എങ്ങോട്ടാണ് ഇവർ പോകുന്നത്? ഒരു രാജ്യം, ഒരു മതം, ഒരു പ്രധാനമന്ത്രി, ആ നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക. അതിന് സഹായകരമാകുന്ന വിധത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പുതിയ ആശയം ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ ഒരു ബില്ല് തയ്യാറാക്കി. അത് തയ്യാറാക്കാൻ മുൻ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ ശുപാർശ വന്നു. അങ്ങനെയാണ് ബില്ല് പാർലമെന്റിൽ വന്നത്. പക്ഷെ ഭരണഘടനാ ഭേദഗതി പാസ്സാവണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. മാത്രമല്ല 7 സംസ്ഥാന അസംബ്ലികളെങ്കിലും ആ ബില്ല് അംഗീകരിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പം 2/3 ഭൂരിപക്ഷം എല്ലാവർക്ക്. അത് മനസ്സിലായപ്പോൾ ബില്ല് വോട്ടിനിടാതെ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടാൻ വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച് തൽക്കാലം തടി രക്ഷപ്പെടുത്തി. പക്ഷെ അവരുടെ ആഗ്രഹം നോക്കണം നിങ്ങൾ. എന്താ ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്?
പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒറ്റ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോൾ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. മുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ഘടകകക്ഷികൾ ഭിന്നിച്ചു പോയി, ഒരു ഗവൺമെന്റ് പൊളിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. 5 കൊല്ലം കഴിഞ്ഞ് കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്തെ സ്റ്റേറ്റ് നടത്താൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരുന്നില്ല. ഇപ്പം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊരു ഫെഡറൽ രാജ്യമാണ്. ഓരോ സംസ്ഥാനവും പ്രത്യേകം പ്രദേശങ്ങളിൽ അസംബ്ലികളുണ്ട്. അതിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൽ കൊണ്ടുവന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. മതനിരപേക്ഷതയെ തകർക്കുകയാണ്. എന്താണ് രാജ്യത്ത് നടക്കുന്നത്? എല്ലായിടത്തും അയോധ്യ പ്രശ്നം വന്നപ്പോൾ രാജ്യം മുഴുവൻ വലിയ കലാപ അന്തരീക്ഷം ഉണ്ടായതാണ്, ഓർക്കുമല്ലോ. അവസാനം അത് കേസായി. ദീർഘകാലം കൊല്ലങ്ങളോളം കേസ് നടന്നു. സുപ്രീം കോടതി കേസിൽ വിധി പറഞ്ഞു. അവസാനം BJP ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് വിധി പറയുന്നത്. ഇപ്പോൾ റിട്ടയർ ചെയ്ത ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ജസ്റ്റിസ് അതിൽ അംഗമായിരുന്നു, 5 അംഗ ബെഞ്ചിൽ. രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ആളായിരുന്നു ചീഫ് ജസ്റ്റിസ്, ആസാംകാരന്. ആ ബെഞ്ചിന്റെ, സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി, ബാബറി മസ്ജിദ് തകർത്ത നടപടി, ബാബറി മസ്ജിദിനകത്ത് ഒളിച്ചു കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച നടപടി തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. കുറേ വിചാരണ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അലഹാബാദ് ഹൈക്കോടതി, ഫൈസാബാദ് മുനിസിപ്പൽ കോടതി ഒക്കെ കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിലെത്തിയത്. അപ്പൊ കോടതിയുടെ അന്തിമ വിധിയാണ് വിഗ്രഹം വെച്ച് തെറ്റ്. 1948 മറ്റാണല്ലോ വിഗ്രഹം വെച്ച്. അത് പൊളിച്ചത് 92 ഡിസംബർ 6 അത് ഗുരുതരമായ തെറ്റാണ്. എന്നിട്ട് കോടതി പറയാ, പള്ളി പൊളിച്ചു മാറ്റിയ ആ സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാമക്ഷേത്ര ട്രസ്റ്റിന് വിട്ടുകൊടുക്കേണ്ടതാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്ത് വിധിയാണിത്? അങ്ങനെയാ വിധിച്ച്. മുസ്ലിങ്ങൾക്കൊരു പള്ളി പണിയാൻ അയോധ്യയിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അകലെ ഒരു 5 ഏക്കർ സ്ഥലം ഗവൺമെന്റ് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. വിധിക്കെതിരായി ഒരുപാട് വിമർശനം വന്നു. ഈ വിധിയുടെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന പരസ്യമായ വിമർശനം ഉന്നയിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി CPIM മാത്രമാണ്. മറ്റുള്ളവർ മിണ്ടിയില്ല, കോൺഗ്രസ് മിണ്ടിയില്ല, മറ്റ് പലർക്കും പേടിച്ചു, ധൈര്യമുണ്ടായില്ല ഒരു വിമർശനം ഉയർത്താൻ. ആ കോടതിയിൽ അന്ന് വിധി പറയാൻ നേതൃത്വം കൊടുത്ത രഞ്ജൻ ഗൊഗോയ് 1 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു ഗവൺമെന്റ്. ആ മനുഷ്യനെ സ്വീകരിക്കാവോ? ഞാൻ രാജ്യസഭയിലുള്ളപ്പോഴാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത്. നോമിനേറ്റഡ് മെമ്പർമാർ അവിടെ വരിക. ഞങ്ങൾ ഷെയും വിളിച്ച് മുദ്രാവാക്യം വിളിച്ചു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മെമ്പറായി ഇപ്പോഴും തുടരുക. മറ്റ് പല ജഡ്ജിമാർക്കും വലിയ വലിയ പാരിതോഷികങ്ങൾ കിട്ടി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജഡ്ജാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന്റെ സുപ്രധാനമായൊരു വിധി പ്രസ്താവനയാണ് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയത്. 92 ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുന്ന സമയം, നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത്, ആ സംഭവം ഉണ്ടായ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. പ്ലേസസ് ഓഫ് വർഷിപ്പ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ആ നിയമത്തിന്റെ പേര്. ആരാധനാലയ സ്ഥല സംരക്ഷണ നിയമം എന്ന് മലയാളത്തിൽ പറയാം. ആ നിയമം പറഞ്ഞു, ഇന്ത്യയിൽ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, ഗുരുദ്വാരകൾ ഏതായാലും കൊള്ളാം, 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ആരുടെ കൈവശത്തിലാണോ അതേപടി തുടരേണ്ടതാണ്. ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. ബാബറി മസ്ജിദിന് ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കാരണം അവിടെ തർക്കം നേരത്തെ വന്നതാണെന്നുള്ളത്. ഈ നിയമം നിലനിൽക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ഒരു പള്ളി ക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണെന്ന പരാതി പരിശോധിക്കാൻ ഒരു കോടതിക്ക് എന്താണ് അധികാരം? അവിടെ പരിശോധന നടത്താൻ തറ കിളയ്ക്കാൻ പോയപ്പോഴാണല്ലോ മുസ്ലിം ജനവിഭാഗവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയത്. വെടിവെപ്പിൽ 5 ആൾ അവിടെ മരിച്ചു വീണത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ
ദർഗ, മൊയിനുദ്ദീൻ ചിഷ്തി എന്ന് പറയുന്ന ഒരു വലിയ സൂഫി വര്യൻ സ്ഥാപിച്ച ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോകുന്നത്. അത് പണിതത് ഹൈന്ദവ ക്ഷേത്രം പൊളിച്ചാണെന്ന് ആക്ഷേപം വന്നിരിക്കുന്നു. കോടതി പരിശോധിക്കുകയോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയോ എന്നറിയില്ല. വേറെയും ചില പള്ളികൾക്ക് നേരെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഡൽഹി ജുമാ മസ്ജിദിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരം പരാതികൾ വന്നാൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പരിശോധന നടത്തുന്നത്? അതിനവസരം ഉണ്ടാക്കിയത് സുപ്രീം കോടതി ഒരു വിധിന്യായത്തിൽ ആ നിയമത്തിൽ വെള്ളം ചേർക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ വന്നതുകൊണ്ടാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെയാണ് ശരിപ്പെടുത്തിയത്. ഇതാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എന്താകും സ്ഥിതി? വളരെ ഭയാനകമായ അവസ്ഥയിലാണ്. മണിപ്പൂർ എന്നൊരു സംസ്ഥാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. 2 വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് 1.5 കൊല്ലമായി. ഒരു വിഭാഗം ജനങ്ങൾ കുക്കി എന്ന് പറയും, ഗോത്രവർഗക്കാരാണ്. മറ്റൊരു വിഭാഗം മെയ്ത്തി എന്ന് പറയും, അവർ നഗരത്തിലാണ് താമസിക്കുന്നത്. ഈ 2 വിഭാഗത്തെയും കൂട്ടുപിടിച്ചാണ് BJP അധികാരത്തിൽ വന്നത്. അതിനുശേഷം 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപം. BJP ഭരണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നേ വരെ മണിപ്പൂരിൽ കാലുകുത്തിയിട്ടില്ല. എത്ര ആയിരം ആളുകൾ മരിച്ചു? സ്ത്രീകളോട് കാണിച്ച ക്രൂരതകൾ എന്താ? ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്താകെ വർഗീയത ആളിക്കത്തിക്കുക, മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമങ്ങൾ സംഘടിപ്പിക്കുക. ആസാമിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാ, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. BJP ചേർന്ന് മുഖ്യമന്ത്രിയായി. ആ സംസ്ഥാനത്ത് ബീഫ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുക. ഒറ്റ ഹോട്ടലിലും പാചകം ചെയ്യാൻ പാടില്ല എന്ന് നിരോധിച്ചിരിക്കുക. വടക്കേ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരുവോരങ്ങളിലെ കച്ചവടക്കാർ അവരുടെ കച്ചവട സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉടമസ്ഥന്റെ പേരെഴുതി വെക്കണം, അവന്റെ മതം വ്യക്തമാക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുക. ആ ഉത്തരവിനനുസരിച്ചൊരു ഉത്തരവ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ മന്ത്രി കൊണ്ടുവന്നു. രൂക്ഷമായ വിമർശനം വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ട് അയാളോട് അത് പിൻവലിക്കാൻ പറഞ്ഞു. എന്നാലും കോൺഗ്രസിന്റെ മന്ത്രി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെയാണ് രാജ്യത്ത് നടക്കുന്ന വർഗീയതയുടെ ആപത്ത്. ഈ വർഗീയതക്കെതിരെ മതനിരപേക്ഷ ശക്തികൾ അണിനിരത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPIM. RSSന്റെ വർഗീയത എന്ന് പറഞ്ഞാൽ RSS ഭൂരിപക്ഷ വർഗീയതയെ വളർത്താനാണ് ശ്രമിക്കുന്നത്. വലിയ ആപത്താണിത്. വർഗീയത എല്ലാം ആപത്ത് തന്നെ. ന്യൂനപക്ഷത്തിന്റെ വർഗീയത ആപത്ത് തന്നെയാണ്, ഭൂരിപക്ഷത്തിന്റെ വർഗീയത ആപത്താണ്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വർഗീയത എന്ന് പറയുമ്പോൾ കൂടുതൽ വിപത്താണ്. അതിനെ ഉപയോഗിച്ച് വളർത്തുകയാണ് ഇവിടെ നരേന്ദ്രമോദിയും സംഘവും. അംബേദ്കറെ നിശിതമായി അധിക്ഷേപിച്ചുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചില്ലേ? അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളമുണ്ടാക്കി പാർലമെന്റിൽ. അങ്ങനെയാണ് പാർലമെന്റ് പിരിഞ്ഞത്. അമിത്ഷാ നമ്മുടെ ഭരണഘടനയുടെ ഉപജ്ഞാതാവാണ്. ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായിരുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ചരിത്ര പുരുഷനാണ് അംബേദ്കർ. അദ്ദേഹത്തെ അധിക്ഷേപിക്കുക അമിത്ഷാ, ആഭ്യന്തരമന്ത്രി. ഈ നിലയിൽ പോവുകയാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. മതനിരപേക്ഷത സംരക്ഷിക്കണം, ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കണം. ഇതിനൊക്കെ ആവശ്യമായ നയങ്ങളും നടപടികളും ഉണ്ടാവണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ശബ്ദിക്കുന്ന പാർട്ടിയാണ് CPIM. ഈ അവസ്ഥയിൽ നിന്നൊക്കെ വ്യത്യാസം കിട്ടും നമുക്ക് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലെ മതനിരപേക്ഷത. ഭരണഘടനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട തത്വമാണ് ഫെഡറലിസം. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ലോകത്ത് ചില രാജ്യങ്ങളുണ്ട് ഒരൊറ്റ രാജ്യം, ഒരു ദേശീയ ജനവിഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ രാജ്യം. നമ്മുടേത് അങ്ങനെയല്ല. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത കാലാവസ്ഥ. ജമ്മു ആൻഡ് കാശ്മീരും കേരളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂമിയാണ് അവിടെ വളരെ കൂടുതൽ, കൊടും തണുപ്പ്. കേരളം അങ്ങനെയല്ല, മിതശീതോഷ്ണം. മണിപ്പൂർ, അങ്ങ് വടക്കോട്ട് ചെന്നാൽ നാഗാലാൻഡ്, ആസാം, ത്രിപുര, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, ഇപ്പുറത്ത് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ഏതെല്ലാം ഭാഷകളാ! ഗുജറാത്തി ഭാഷ, ഒറിയൻ ഭാഷ ഒറീസയിൽ, ബംഗാളി ഭാഷ ബംഗാളി, തമിഴ്നാട്ടിൽ തമിഴ്, കർണാടകത്തിൽ കന്നഡ, ആന്ധ്രയിൽ തെലുങ്ക്, മഹാരാഷ്ട്രയിൽ മറാത്തി, ഹിന്ദി സംസാരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഇന്ത്യ
ഒരു മതനിരപേക്ഷ ഫെഡറൽ രാജ്യമാവണമെന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിച്ചത്. സംസ്ഥാനങ്ങൾ, കേന്ദ്രം. ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ അധികാരം പറഞ്ഞു, കേന്ദ്രത്തിൻ്റെ അധികാരവും നിർവചിച്ചു. ഈ നിലയിൽ പോയാലേ ഇന്ത്യ ഐക്യത്തോടെ നിൽക്കൂ. ഈ തത്വം പോയാൽ ഇന്ത്യ ഉണ്ടാവില്ല. ജനങ്ങളെ പട്ടാളത്തെയും പോലീസിനും ഉപയോഗിച്ച് കാലാകാലം അടിച്ചമർത്താനൊന്നും പറ്റില്ല. ഈ പൊതു തത്വത്തിൽ ഐക്യപ്പെടുത്തി നിർത്താനേ പറ്റൂ. എന്താ ഇവർ ചെയ്യുന്നത്? BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളെ കൊല്ലുക, ആ സംസ്ഥാനങ്ങളെ തകർക്കുക. BJPയോ BJP കൂട്ടാളികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ അവരെ കൈയച്ച് സഹായിക്കുക. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. കേരളത്തിലെ സ്ഥിതി നിങ്ങൾക്കറിയില്ലേ? ഈ ജില്ലയിലാണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നത്, മുണ്ടക്കൈ ദുരന്തം. മരിച്ചവരുടെ എണ്ണവും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം ദുഃഖിച്ചു, കേരളം മുഴുവൻ ദുഃഖിച്ചു, ജനങ്ങളാകെ ദുഃഖിച്ചു. കാണാതായ ചിലരുടെ മൃതശരീരം പോലും കണ്ടെടുക്കാൻ പറ്റിയില്ല. സർക്കാരും വിവിധ സേനാ വിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാ മനുഷ്യസ്നേഹികളും ചേർന്ന് നടത്തിയ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ ദുരന്തത്തിനിരയായ കുറേ ആളുകളെങ്കിലും രക്ഷപ്പെടുത്താനും സഹായിക്കാനും പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഒക്കെ സാധിച്ചു. അതിനൊക്കെ നേർസാക്ഷ്യം വഹിച്ചവരാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോടത് വിശദീകരിക്കുന്നില്ല. നോക്കൂ, ഈ സംഭവം നടന്നിട്ട് എത്ര മാസങ്ങളായി? ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ. ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമല്ലേ? ഒരു നയാ പൈസ കേരളത്തിന് സഹായം നൽകാൻ ഇന്ത്യ ഗവൺമെന്റിന് ഇന്നുവരെ മനസാക്ഷി ഉണ്ടായോ? ദയവുണ്ടായോ? പ്രധാനമന്ത്രി ഇവിടെ വന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലിരുത്തി കൊഞ്ചിച്ചു. ആ ചിത്രം കണ്ടപ്പോഴും ആ വരവ് വന്നപ്പോഴും കൽപ്പറ്റ കലക്ട്രേറ്റിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇരുത്തി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കേട്ടു. അപ്പം നമ്മൾ എന്താ ധരിച്ച്? പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു സഹായം പ്രഖ്യാപിക്കുമായിരിക്കും. എല്ലാം കണക്കെടുത്തതിന് ശേഷമൊന്നുമല്ല സഹായം കൊടുക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി, വലിയ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായി. 900 കോടി രൂപ പിറ്റേ ദിവസം പ്രഖ്യാപിച്ചില്ലേ? കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ സംസ്ഥാനമായതുകൊണ്ടാണോ? നമ്മളും ഇന്ത്യയുടെ ഭാഗമല്ലേ? ആന്ധ്രക്ക് സഹായം കൊടുത്ത് 16,000 കോടി ഭരിക്കാൻ അവരുടെ പിന്തുണ വേണം. അതുകൊണ്ട് ബീഹാറിന് കൊടുത്തത് 27,000 കോടി ഭരിക്കാൻ അവരുടെ പിന്തുണ വേണം ആ പാർട്ടിയുടെ. നിങ്ങളെ ആർക്ക് വേണം? ഇവിടുത്തെ BJP-ക്കാരൻ എന്തിനു നടക്കുക? 2 കേന്ദ്രമന്ത്രിമാരും കുറെ BJP നേതാക്കന്മാരും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടോ?